പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് രാത്രിയുള്ള വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ നമുക്കെല്ലാവരും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കർത്താവിൻ്റെ മുമ്പിലേക്ക് നോക്കി ഈ രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കേണ്ടതിന്, ദൈവശബ്ദം നാം കേൾക്കേണ്ടതിന്, കർത്താവ് നമ്മെ ഈ രാത്രി തൊട്ട് സൗഖ്യമാക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥനയോടും വിശ്വാസത്തോടുകൂടെ നമ്മുടെ കണ്ണുകൾ ദൈവത്തിലേക്ക് ഉയർത്തി ഈ രാത്രി ദൈവത്തെ യാചിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ ദൈവസന്നിധിയിലായിരിക്കാം. ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദിയോടെ ഞങ്ങളെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, വാഴ്ത്തുന്നു. പരിശുദ്ധ പിതാവായ ദൈവമേ, ഈ രാത്രി ഞങ്ങളോട് സംസാരിക്കണമേ. ഈ രാത്രി അങ്ങേക്ക് ഞങ്ങളോട് പറയുവാനുള്ളത് ഞങ്ങളുടെ ദൈവമേ ജീവിതത്തോട് അവിടുന്ന് പകർന്നു തരണമേ. കർത്താവേ, ഈ രാത്രി ഞങ്ങൾ വചനങ്ങൾ കേട്ട് സന്തോഷത്തോടും നന്ദിയോടും പ്രാർത്ഥനയോടുകൂടെ മടങ്ങി പോകുവാൻ അവിടെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ രാത്രി തകർന്നതും മുറുകിയതുമായ അനുഭവത്തോടുകൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ വന്നിരിക്കുന്നതായ അവരുടെ മക്കൾക്ക് ദൈവമേ ആശ്വാസങ്ങൾ പകരണമേ കർത്താവേ. ഈ രാത്രി ഈ ശബ്ദ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ആരൊക്കെ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നോ അവരെല്ലാവരും ദൈവമേ അനുഗ്രഹിക്കപ്പെടുന്ന ഒരു രാത്രിയാക്കി ദൈവം മാറ്റണമേ. അതോടൊപ്പം തന്നെ കർത്താവേ, ശബ്ദത്തെയും വെളിച്ചത്തെയെല്ലാം അവിടെ നിയന്ത്രിക്കണമേ. അവിടുന്ന് എല്ലാ സാഹചര്യങ്ങളെയും അനുകൂലമാക്കി തരണമേ കർത്താവേ. നന്നായി ഞങ്ങൾക്ക് അങ്ങേ ആരാധിക്കുവാൻ, അവിടുത്തെ ശബ്ദം കേൾക്കുവാൻ, കാലാവസ്ഥകളെല്ലാം ചുറ്റുപാടുകളെല്ലാം അനുകൂലമായി സകല തടസ്സങ്ങളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോട്ടെ. പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിന് കീഴിൽ ഞങ്ങളെല്ലാവരും ആയിരിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ഞങ്ങളോട് സംസാരിക്കുന്നതേ കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം. അടിയങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. അവിടുന്ന് കൂടെ ഇരിക്കണമേ. ഈ ജനത്തിന് ആവശ്യമായ ദൈവാലോചന കൊടുക്കുവാൻ അവിടുന്ന് ഒരുക്കണമേ. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ ശാന്തമായ നല്ല രാത്രിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഈ യോഗം ഇന്ന് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ആനാവൂർ ഡിസ്ട്രിക്റ്റിന്റെ അധ്യക്ഷനായിരിക്കുന്ന ഐസക് പോൾസിൻ അവർ, ഈ യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കുന്ന ഞങ്ങളുടെ ഇടവക ശുശ്രൂഷകൻ, ഈ ഇടവകയുടെ സെക്രട്ടറി, മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുന്ന പ്രിയപ്പെട്ട ഗായക സംഘ അംഗങ്ങൾ, അതുപോലെ ഈ കൺവെൻഷൻ നേർച്ചയായി നടക്കുന്നതായ പ്രിയമുള്ള കുടുംബാംഗങ്ങൾ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ശബ്ദ പരിധിക്കുള്ളിൽ ഇരുന്നുകൊണ്ട് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങളെ ശ്രദ്ധിക്കുന്നതായ ഈ പ്രദേശത്തുള്ള എല്ലാ നല്ലവരായ ആളുകളോടുമുള്ള പ്രത്യേകമായ സ്നേഹവും വാത്സല്യവും ഞാൻ ഈ രാത്രി അറിയിക്കുകയും ചെയ്യുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി നിങ്ങളുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ വചനവുമായി കടന്നു വരുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കി. ഞാനതിന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളുടെ അച്ഛനോട് ഞാൻ ചോദിച്ചു, ഈ ഇടയ്ക്ക് നിങ്ങൾ ആവർത്തിച്ച് വരുന്നത് അത്ര ശരിയല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വേറെ ആരെങ്കിലും ഒക്കെ പരിഗണിച്ച് കൂടെ ആയിരുന്നോ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുവാൻ ഇടയായി. പക്ഷെ ജനത്തിൻ്റെ സന്തോഷമാണ് അദ്ദേഹം പറഞ്ഞത്, ജനത്തിൻ്റെ സന്തോഷമാണ് നമ്മുടെയും സന്തോഷം. അതുകൊണ്ട് അച്ഛൻ ഒന്നാമത് എന്ന് നിങ്ങൾ എല്ലാവരും തീരുമാനിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് അതുകൊണ്ട് തന്നെയാണ് അച്ഛനെ ക്ഷണിച്ചതെന്ന് പറഞ്ഞാൽ സന്തോഷം. ഈ കൺവെൻഷൻ നേർച്ചയായി നടത്തുന്ന കുടുംബത്തെയും ദൈവം
ദൈവം അനുഗ്രഹിക്കട്ടെ. സിസ്റ്റർ പ്രധാനപ്പെട്ട സംഗതിയാണ്. അവർക്ക് എങ്ങനെ ക്രമീകരിക്കണമെന്നുള്ളത് മൈക്ക് ഓപ്പറേറ്ററൊക്കെ അറിയണം, മതിയാകുന്നു. പക്ഷെ അദ്ദേഹം അനുഗ്രഹിക്കട്ടെ. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കേൾക്കുന്ന ആളുകൾക്ക് വ്യക്തമായി കേൾക്കാൻ പറ്റണം. രണ്ട്, എനിക്ക് കേൾക്കാൻ പറ്റണം. ഞങ്ങളിങ്ങനെ സ്ഥിരം സംസാരിച്ച് നടക്കുന്ന ആളുകളായതുകൊണ്ട് കേൾക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. നല്ല സിസ്റ്ററും കേൾക്കാൻ നന്നായിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാകും. പറയുന്നത് ജനത്തിന് കേൾക്കാൻ പറ്റുന്നു, അത് പ്രയോജനപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ശബ്ദം ഒരു പ്രധാനപ്പെട്ട ഘടകമാണല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ. നന്നായിട്ടൊന്ന് പ്രാർത്ഥനയോടെ വിളിച്ചതെന്ന് ഇതൊന്ന് സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യണം. വളരെ ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ട് വേണം എല്ലാ ദിവസവും ഒന്ന് ഓപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ അത് ഭംഗിയായിരിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും ഓപ്പറേറ്റ് ചെയ്യത്തെ സ്തുതിക്കുന്നു. 64 വർഷം ദൈവം നമ്മുടെ സഭയെ, കുടുംബങ്ങളെ അത്ഭുതകരമായി നടത്തി. നമ്മുടെ 50ാമത് സഭാവാർഷികം ഞാൻ ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് ആഘോഷിച്ചത്. അത് കഴിഞ്ഞ 14 വർഷമായി ദൈവം നമ്മുടെ കുടുംബങ്ങളെയും ജനതയൊക്കെ അത്ഭുതകരമായി നടത്തി. അന്ന് ആക്റ്റീവായിട്ടിരുന്ന പല ആളുകളും ഇന്ന് ഇന്നാക്റ്റീവായിട്ടും അതോടൊപ്പം തന്നെ ചിലരൊക്കെ ചരിത്രത്തിൻ്റെ ആളുകളിലേക്ക് മാറ്റപ്പെടുവാനിടയായി. അന്ന് യുവത്വത്തോടുകൂടെ പ്രവർത്തിച്ചിരുന്ന പലരും വാർദ്ധക്യത്തിലേക്ക് പ്രവേശിച്ചു. ചിലരൊക്കെ ഇന്നും നല്ല ആരോഗ്യത്തോടുകൂടി ആയിരിക്കുന്നു. നമ്മുടെ പഴയ തോമസ് ദീകരെ കണ്ടു. അദ്ദേഹത്തോട് അല്പസമയം വിശദപ്രസംഗം നടത്താനായിട്ട് കഴിഞ്ഞു. അദ്ദേഹം ഇന്നും നല്ല ആരോഗ്യത്തോടുകൂടി സുഖത്തോടുകൂടി ആയിരിക്കുന്നത് കാണാൻ കഴിഞ്ഞു. അതും സന്തോഷം നൽകുന്ന ഒരു സംഗതി തന്നെയാണ്. ദൈവം നമ്മളെല്ലാവരെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഞാനൊരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് 1-2 കാര്യങ്ങൾ പറഞ്ഞ് കുറച്ച് നേരം പ്രാർത്ഥിച്ച് നമുക്ക് ഈ യോഗം അവസാനിപ്പിക്കാൻ ഞാൻ വിചാരിക്കുകയാണ്. ഇപ്പം ഞാൻ സാധാരണ ചെയ്യാറുള്ളത്, സാധാരണ വചനം സംസാരിക്കുന്നതിന് മുമ്പ് ഒരു 10-20 മിനിറ്റ് വർഷിപ്പ് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് എടുക്കാറുണ്ട്. അപ്പോൾ അത് എടുക്കാൻ നിന്നാൽ തീർച്ചയായിട്ടും സമയത്തിന് നിങ്ങൾക്ക് പോകാനായിട്ട് പറ്റത്തില്ല. പിന്നെ വചനം നമുക്ക് പറയാനായിട്ട് സമയം കിട്ടിയില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ദൈവം അനുവദിക്കുകയാണെങ്കിൽ ഏറ്റവും ലാസ്റ്റിൽ പ്രാർത്ഥിക്കാം എന്ന് വിചാരിച്ചത്. അതുകൊണ്ട് ഈ രാത്രി നമുക്ക് വളരെ പ്രതീക്ഷയോടും പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. അത് നമ്മുടെ ജീവിതങ്ങളെ തൊടുന്നതിനും സൗഖ്യമാക്കുന്നതിനും ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ അനുഭവിക്കുന്നതിനും കാരണമായി തീരട്ടെ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്ന ഒരു വേദഭാഗം, ഒരുപക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് നൽകുന്ന ഒരു ദൂതാവും. കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം അതിലെ 13-ാം അധ്യായം 5-ാമത്തെ വാക്യം. 2 കൊരിന്ത്യൻസ് 2 കൊരിന്ത്യർ 13-ാം അധ്യായം അതിലെ 5-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിക്കും. 64ാമത് സഭാവാർഷികം ആഘോഷിക്കുന്ന ഈ ഇടവകയിലെ ഓരോ വിശ്വാസികളോടും ഈ പ്രദേശത്തുള്ള ഓരോ വിശ്വാസ സമൂഹത്തോടും ദൈവത്തിൻ്റെ ആത്മാവ് രാത്രി വളരെ ശാന്തമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്: നിങ്ങൾ വിശ്വാസത്തിലാണോ ഇരിക്കുന്നത്? നിങ്ങളുടെ വിശ്വാസം ഏത് അളവിൽ ആയിരിക്കുന്നു? വിശ്വാസത്തിന് എന്തുമാത്രം വളർച്ചയുണ്ടായി? അതോ വിശ്വാസ ജീവിതത്തിൽ നിന്ന് നമ്മൾ താഴോട്ടാണോ വന്നുകൊണ്ടിരിക്കുന്നത്? നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ ഒരുപക്ഷെ നമ്മുടെ ഈ പഴയകാല അനുഭവങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഈ ആലയത്തിനകത്ത് ഒരു ഇടയാരാധനയ്ക്ക് ഇതിനേക്കാളും ആളുകൾ വരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇല്ലേ? അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ നാളുകൾ കഴിഞ്ഞു. ദൈവം നമുക്ക് ഒത്തിരി സൗഭാഗ്യങ്ങളും നന്മ
നന്മകളൊക്കെ തന്നപ്പോൾ നമ്മൾ എത്രമാത്രം വിശ്വാസത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നു അത് പുറകിലേക്കാണോ? പലപ്പോഴും നമ്മുടെ വിശ്വാസം ശോധന ചെയ്യപ്പെടുന്നു. നമുക്ക് ഈ വിശ്വാസത്തിൽ നിന്ന് നമ്മൾ താഴോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമുക്ക് ദൈവത്തോടുള്ള ആ ഒരു ആത്മാർത്ഥതയും സ്നേഹവും നഷ്ടമായി എന്നുള്ളതാണ്. നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വാസത്തിൽ നിന്ന് പുറകിലോട്ട് പോയെങ്കിൽ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധത്തിൽ നിന്ന് നമ്മൾ അകന്നു പോയെന്നാണ്. ഒന്നുകൂടി നമ്മൾ ആഴമായി പറഞ്ഞാൽ നമ്മുടെ വിശ്വാസം നഷ്ടമായി പോയിട്ടുണ്ടെങ്കിൽ ലോക സ്നേഹം നമ്മുടെ ആത്മീയ ജീവിതത്തെ കവർന്നെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്ന് ആളുകൾക്ക് ദൈവത്തിന്റെ പാദപീഠത്തിലിരുന്ന് കർത്താവിന്റെ ശബ്ദം കേട്ട് കർത്താവിൽ നീ മാത്രം മതി എന്ന് പറയാൻ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടം ഈ ലോകത്തിന്റെ സന്തോഷങ്ങളും സുഖങ്ങളും നന്മകളും ഒക്കെ ജീവിതത്തിൽ ഏറ്റവും വലുതെന്ന് ചിന്തിക്കുവാനും അതിന്റെ പുറകെ പോകാനും ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. അങ്ങനെ നമ്മൾ ഈ ലോകത്തിന്റെ പുറകെ പോകുമ്പോൾ ഈ ലോകത്തിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് കൂടുതൽ താല്പര്യം കൊടുക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വിശ്വാസാനുഭവമാണ്. ഇല്ലേ? പുതിയ തലമുറ എന്ന് ചോദിക്കുന്നത് എന്തിനെ പഠിക്കണോ? ദൈവമുണ്ടോ? ഉണ്ടെങ്കിൽ ആരെ കണ്ടിട്ടുണ്ട്? ഇതൊക്കെ ഒരു തോന്നലല്ലേ എന്ന് പറഞ്ഞ് ആളുകൾ ഈ വിശ്വാസ ജീവിതത്തിൽ നിന്ന് വളരെ 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 പുറകിലോട്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ രാത്രി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, നമ്മുടെ ജീവിതത്തിൽ മറ്റൊന്നിനും നമ്മളെ സഹായിക്കാൻ കഴിയാത്ത നാഴികകളിലൂടെ ചിലപ്പോഴൊക്കെ നമ്മൾ കടന്നുപോകും. അത്തരം സന്ദർഭങ്ങളിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവത്തിലുള്ള അവന്റെ അചഞ്ചലമായ വിശ്വാസമായിരിക്കണം. ആ സന്ദർഭങ്ങളിൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ജീവിതത്തിൽ എനിക്ക് മറ്റൊന്നുമില്ലെങ്കിലും എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ടെന്ന് പറയാനും ഈ ദൈവത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ജീവിക്കുവാനും കഴിയുമ്പോൾ മാത്രമേ നമ്മൾ വിശ്വാസത്തിൽ വളരത്തുള്ളൂ. ഒരു സഹോദരൻ റോമർക്കെതിരെ 10-ാം അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു എന്നാണ്. നമ്മുടെ വിശ്വാസങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു എങ്കിൽ അതിന്റെ അർത്ഥം ദൈവവുമായിട്ടുള്ള വചന കേൾവിയിലും വചന കൂട്ടായ്മയിലും നമ്മൾ അകന്നു പോകുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആളുകൾക്ക് ആകെപ്പാടെ ഇഷ്ടം അനുഗ്രഹത്തിൽ മാത്രമാണ്. എവിടെ അനുഗ്രഹം കിട്ടും? ആരുടെ അടുത്ത് പോയാൽ അനുഗ്രഹം കിട്ടുമെന്നാണ്. പക്ഷേ ഈ ലോകം വെച്ച് നിൽക്കുന്ന അനുഗ്രഹങ്ങളൊന്നും തന്നെ നമുക്ക് ശാശ്വതമായിട്ടുള്ളതല്ല. നമ്മുടെ ജീവിതത്തിന്റെ ഒന്നും നമുക്ക് സ്ഥിരത നൽകുന്നതല്ല. മറിച്ച് ദൈവത്തിന്റെ വചനം ധ്യാനിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്ക് ദൈവത്തിന്റെ വചനം ഒരു കോട്ടയായിരിക്കും. ദൈവത്തിന്റെ വചനം അവരെ താങ്ങി നിർത്താനായിട്ടായിരിക്കും. ഇവിടെ നമ്മൾ വായിച്ചതായ കൊരിന്ത്യയ ലേഖനം അതിന്റെ 13-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ പൗലോസ് ഈ സഭയോട് ചോദിക്കാൻ പല കാരണങ്ങളുണ്ട്. ആത്മീയമായി ഔന്നിത്യമുണ്ടായി എന്ന് അവകാശപ്പെട്ട ഒരു സഭയാണ് ഈ കൊരിന്ത്യ സഭ. വെളിപ്പാടുകളുടെ ആധിക്യം കൊണ്ട് നിറഞ്ഞിരുന്ന ഒരു സഭയാണ് കൊരിന്ത്യ സഭ. ആത്മീയ മർമ്മങ്ങളുടെ ആഴങ്ങൾ നന്നായി പഠിപ്പിച്ച ഒരു സഭയാണ് കൊരിന്ത്യ സഭ. പക്ഷെ ദൈവസ്നേഹത്തിന്റെ യാതൊരു വിധമായ നനവും യാതൊരു വിധമായ കഴിവും ഈ ജനത്തിന് ഇല്ലാതെ വന്നപ്പോ ചോദിക്കുകയാണ്: നിങ്ങളുടെ വിശ്വാസം എങ്ങോട്ട് പോയി? നിങ്ങൾ ഏത് അനുഭവത്തിലായിരിക്കും എന്ന് ചോദിക്കുകയാണ്. ഈ 64-ാമത് സഭാദിന കൺവെൻഷനിലും ദൈവത്തിന് നിങ്ങളോട് പറയാനായിട്ടുള്ള ഒരു ദൂത്, നിങ്ങൾ ദൈവത്തിലേക്ക് മടങ്ങി വരണം. അനുദപിക്കുന്ന ദിവസങ്ങളിൽ കർത്താവുമായിട്ടുള്ള
ഈ ലോകം മുഴുവൻ നമ്മൾ പിടിച്ചടക്കിയിട്ട് ഇതൊന്നും നമ്മൾ കൊണ്ടുപോകാൻ കഴിയാതായ നമ്മളൊക്കെ പിന്നെ ആരാണ്? നമ്മളൊക്കെ പിന്നെ എന്താ? സ്തോത്രം. ഇത് ഇന്നലെ ഒരു വാട്സപ്പിൽ ഒരു സന്ദേശം കേട്ടത്. അതിനകത്തൊരു കൊച്ചു സന്ദേശം കേൾക്കാം. ഇതുവരെ നമ്മൾ പറഞ്ഞിരുന്നത് ആടി എന്നാണ്. അതിനകത്തൊരു അടക്കം കാണിച്ചിരിക്കുകയാണ്. അതെന്ന് പറയുന്നത് ഒരു വ്യക്തിയെ ഒരു ചെറിയ കുടിക്കകത്ത് നിവർത്തി അഴവോട് ഇറക്കി വയ്ക്കുകയാണ്. ഈ കൈ മാത്രം മുകളിൽ ഒടുവിലുണ്ട്, അത് താഴ്ത്തി വയ്ക്കുകയാണ്. ആറടി മണ്ണില്ല, ഒരടി മണ്ണ് മാത്രം മതി എന്ന് പറയുകയാണ്. നമ്മളിവിടെ ഒന്നും നേടിയിട്ട് ഒന്നും കൊണ്ടുപോകുന്നില്ല. പക്ഷേ ഒരു ദൈവത്തിന്റെ വിശ്വാസം എന്ന് പറയുന്നത്, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് അതാഴമായിരിക്കണം. അത് ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ വിശ്വാസ ജീവിതം ദിവസത്തോറും വർദ്ധിച്ചു 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 വരണം. അതിന് നമ്മൾ ഈ യേശുവിനെ അറിയണം, ഈ യേശുവിനെ അനുഭവിക്കണം. ഈ യേശുക്രിസ്തുവിന്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിറഞ്ഞു വരുന്നതിനനുസരിച്ച് നമുക്ക് ഈ വിശ്വാസം വർദ്ധിക്കാൻ കഴിയും. ഞാനിന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന സംഗതി, പുതിയ നിയമത്തിനകത്ത് വിശ്വാസത്തെ കുറിച്ച് പറയുമ്പോൾ വിശ്വാസത്തിന്റെ 4 തലങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. വിശ്വാസത്തിന്റെ 4 തലങ്ങൾ, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്ന്, സീറോ ഫെയ്ത്ത്. കേട്ടിട്ടുണ്ടായിരുന്നു? സീറോ ഫെയ്ത്ത് കേട്ടിട്ടുണ്ടോ? സീറോ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ അവിശ്വാസം. 2, ലിറ്റിൽ ഫെയ്ത്ത്. കേട്ടിട്ടുണ്ടോ? ലിറ്റിൽ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ അല്പവിശ്വാസം. 3ാമത്തെ എന്ന് പറയുന്നത് ഗ്രേറ്റ് ഫെയ്ത്ത്, വലിയ വിശ്വാസം. 4ാമത്തത് മോസ്റ്റ് ഹോളി ഫെയ്ത്ത്, അതിവിശുദ്ധ വിശ്വാസം. ഈ 4 വിശ്വാസങ്ങളെ കുറിച്ചാണ് പുതിയ നിയമത്തിനകത്ത് നിന്ന് നിങ്ങളോട് ഞാൻ ചിലത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ 4 വിശ്വാസത്തിന്റെ തലങ്ങൾക്കും പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തെ വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? ഒന്നാമത്തെ വിശ്വാസം നമ്മൾ പറയാൻ പോകുന്നത് അവിശ്വാസം, സീറോ ഫെയ്ത്ത്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് രാത്രി ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മൾ മർക്കോസ് സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്. മർക്കോസ് സുവിശേഷം അതിന്റെ സ്തോത്രം 5-ാം അധ്യായം അതിന്റെ 6ാമത്തെ വാക്യം നിങ്ങൾ വായിച്ചു നോക്കണം. വിശുദ്ധ മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 6ാമത്തെ വാക്യം വായിച്ച് മർക്കോസ് സുവിശേഷം അതെ മർക്കോസ് സുവിശേഷത്തില് നമ്മള് 6-ാം അധ്യായം 5-ാമത്തെ വാക്യം വായിച്ച് 6-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം വായിച്ച് 6-ാം അധ്യായം 6 മർക്കോസ് 6:6 അവിശ്വാസം ഹേതുവായി അതെ അവൻ ആശ്ചര്യപ്പെട്ടു, അവൻ ചുറ്റുമുള്ള ഊരുകളിൽ സഞ്ചരിച്ചു വന്നു. നമ്മൾ ഈ ഒരു ഭാഗത്ത് കാണുന്നത് മർക്കോസ് സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 5-ഉം 6-ഉം വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ കാണുന്നത് യേശു കർത്താവ് തന്റെ സ്വന്തം പട്ടണമായ കഫർനഹൂമിലേക്ക് വരികയാണ്. അവിടെ വന്ന് യേശു കർത്താവ് അവരോട് സുവിശേഷം പങ്കുവച്ചു. യേശു പറഞ്ഞതിന്റെ അവർ സന്തോഷത്തോടെ കേട്ടു. പക്ഷെ കർത്താവിന് അവിടെ ഒന്നും ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. അവിടെ ചില രോഗികളെ തൊട്ട് സൗഖ്യമാക്കിയതല്ലാതെ വീര്യപ്രവൃത്തികളൊന്നും ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. അവരുടെ അവിശ്വാസം ഹേതുവായി കർത്താവ് ആശ്ചര്യപ്പെട്ടു എന്നാണ്. നമ്മളിത് മനസ്സിലാക്കണമെങ്കിൽ ഈ മർക്കോസ് സുവിശേഷത്തിന്റെ 4-ാം അധ്യായത്തിന്റെ ഒടുവിൽ മുതൽ 5-ാം അധ്യായം മുഴുവനും പഠിച്ചുവെങ്കിൽ മാത്രമേ 6-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞതിന്റെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. 4-ാം അധ്യായം മർക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 35 മുതൽ 5-ാം അധ്യായം മുഴുവനും നമ്മൾ പഠിക്കുമ്പോൾ അവിടെ യേശു ക്രിസ്തു ചെയ്ത 4 പ്രവൃത്തികളെ കുറിച്ച് പറയുകയാണ്. ഒന്നാമത്തെ പ്രവൃത്തി എന്ന് പറയുന്നത് യേശു കർത്താവ് കാറ്റിനെയും കടലിനെയും ശാസിച്ച് അമർത്തുകയാണ്. അത് ഒന്നാമത്തെ കാര്യം. 35 മുതൽ നമ്മൾ കാണുന്നുണ്ട്. 5-ാം അധ്യായത്തിന്റെ ആദ്യത്തെ സംഭവം എന്ന് പറയുന്നത് ഗദരദേശത്ത് ലഗ്യൂർ ബാധിച്ചതായ ഒരു മനുഷ്യനെ കർത്താവ് സൗഖ്യമാക്കുകയാണ്. നമുക്കത് വരാം, ഞാൻ പറഞ്ഞു
ഒരു സ്ത്രീക്ക് കർത്താവ് സൗഖ്യം നൽകുന്നു. നാലാമത്തെ സംഭവം എന്ന് പറയുന്നത് നമ്മുടെ പള്ളിപ്രമാണിയായ യായിറോസിന്റെ മകളെ യേശു കർത്താവ് ഉയർപ്പിക്കുന്ന സംഭവമാണ്. ഈ 4 സംഭവങ്ങളും നമ്മൾ 4 തരത്തിൽ അറിയണം. ഒന്നാമത്തെ സംഭവം എന്ന് പറയുന്നത് യേശു ക്രിസ്തു കാറ്റിനെയും കടലിനെയും ശാസിക്കുന്നതിലൂടെ അന്ന് അല്ലെങ്കിൽ മർക്കോസ് സുവിശേഷകൻ പഠിപ്പിക്കുകയാണ് യേശു ക്രിസ്തുവിന് പ്രകൃതിയുടെ മേൽ അധികാരമുണ്ട്. മനസ്സിലായോ? യേശു ആരാണ്? യേശുവിന് പ്രകൃതിയുടെ മേൽ, പ്രകൃതി ശക്തികളുടെ മേൽ അധികാരമുണ്ടെന്ന് പഠിപ്പിക്കുകയാണ്. 2, യേശു കർത്താവ് ഗദരദേശത്തുള്ള ലഗ്യോൻ ബാധിച്ച മനുഷ്യനെ സുഖപ്പെടുത്തുന്നതിലൂടെ അന്നത്തെ അനുവാദകരെ അല്ലെങ്കിൽ ആ ദേശത്തോട് വിളിച്ചു പറയുകയാണ് യേശു ക്രിസ്തുവിന് പൈശാചിക ശക്തികളുടെ മേൽ അധികാരമുണ്ട്. 3, യേശു കർത്താവ് 12 വർഷം രക്തസ്രവം പിടിച്ച ഒരു സ്ത്രീയെ സൗഖ്യമാക്കുന്നതിലൂടെ വെളിപ്പെടുത്തുകയാണ് രോഗത്തിന്മേൽ യേശുവിന് അധികാരമുണ്ട്. 4ാമത്തെ സംഭവം മരണത്തിന്മേൽ യേശുവിന് അധികാരമുണ്ടെന്ന് വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ 4 കാര്യങ്ങൾ പറയണം. ഒന്ന്, യേശുവിന് പ്രകൃതി ശക്തികളുടെ മേൽ അധികാരമുണ്ട്. യേശു ക്രിസ്തുവിന് പൈശാചിക ശക്തികളുടെ മേൽ അധികാരമുണ്ട്. യേശു ക്രിസ്തുവിന് രോഗത്തിന്റെ മേൽ അധികാരമുണ്ട്. യേശു ക്രിസ്തുവിന് മരണത്തിന്മേൽ അധികാരമുണ്ട്. ഈ 4 കാര്യങ്ങളും പറഞ്ഞതിന് ശേഷം 6ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മർക്കോസ് സുവിശേഷകൻ പറയുകയാണ് ഈ 4 സംഭവങ്ങളും കഴിഞ്ഞിട്ട് കർത്താവ് നേരെ തന്റെ പിതൃനഗരത്തിൽ ചെന്നു. അവിടെ ചെന്ന് പള്ളിയിലെ ഒരു ശബ്ദത്തിൽ കർത്താവ് പള്ളിയിൽ ഉപദേശിക്കുകയാണ്. ഉപദേശം കേട്ടപ്പോ ആളുകൾ പറഞ്ഞു, എന്ത് നല്ല ഉപദേശം, വെടിക്കെട്ട് പ്രസംഗം, നന്നായി പ്രസംഗിച്ചു, കൊള്ളാം എന്നെല്ലാം ആളുകൾ പറഞ്ഞതിന് ശേഷം കൂട്ടത്തിൽ ഇങ്ങനെയും പറഞ്ഞു, ഇത് ആ യോസേഫിന്റെയും മറിയയുടെയും മകനല്ലേ? ഇവന്റെ സഹോദരന്മാരും സഹോദരിമാരും ഒക്കെ നമ്മളോട് കൂടെയില്ലേ? ഇവൻ ഈ കഴിവൊക്കെ കിട്ടിയത് എവിടെ നിന്ന്? ഇവർ കഴിഞ്ഞ ആഴ്ചയിൽ ആശാരിപ്പണി നടന്നതല്ലേ? നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാള് നന്നായി ദൈവവചനം പ്രസംഗിക്കുകയും നന്നായി ശുശ്രൂഷയും ചെയ്താൽ നമ്മൾ എന്ത് പറയും? അവരെ നോക്കി ഇന്നലെ ചായ എടുത്തിട്ടുണ്ടാവില്ലേ? ഇന്നലെ എന്റെ പണിയിലൂടെ നടന്നവരല്ലേ അല്ലേ? നമ്മളെന്ത് ചെയ്യും? നമ്മൾ ആ വ്യക്തി പറയുന്നത് വിശ്വസിക്കുമോ? വേറെ എവിടെയെങ്കിലും കത്തീഡ്രൽ പള്ളിയിൽ നിന്ന് രക്ഷ വന്നാൽ നമ്മൾ വിശ്വസിക്കും അല്ലേ? നമ്മുടെ ഇടയിൽ നിന്ന് ഒരാൾ വന്ന് പ്രസംഗിച്ചാലോ പറയും, ഇവനെയൊക്കെ നമുക്കറിയാം, എങ്ങനെയൊക്കെ ഇന്നലെ നടന്നവൻ, അങ്ങനെ നടന്നവൻ, ഇങ്ങനെ നടന്നവനാണെന്ന് നമ്മൾ എഴുതി കാണും. അത് തന്നെയാണ് സംഭവിച്ചത്. യേശു തന്റെ പിതൃനഗരത്തിൽ ചെന്ന് പള്ളിയിൽ ചെന്ന് പ്രസംഗിച്ചപ്പോൾ ജനം പറഞ്ഞ് പ്രസംഗമൊക്കെ കൊള്ളാം, പക്ഷേ ഇവനെ എനിക്കറിയാം, ഇവന്റെ അപ്പനെ എനിക്കറിയാം, ഇവന്റെ സഹോദരങ്ങളെ എനിക്കറിയാം. യേശു ക്രിസ്തുവിനെ അവർ എഴുതി തള്ളിയപ്പോ, യേശു ക്രിസ്തുവിന്റെ വാക്കിൽ അവർ വിശ്വസിക്കാതെ കർത്താവിന് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. നമ്മൾ യേശുവിനെ അവിശ്വസിക്കുമ്പോ യേശുവിന്റെ കരങ്ങളെ നമ്മൾ ബന്ധിക്കുകയാണ്. അങ്ങനെ അവിശ്വാസമുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി കർത്താവിന് ഒന്നുമേ ചെയ്യാൻ പറ്റില്ല. ദൈവത്തിന്റെ പ്രവൃത്തികളെ ബന്ധിച്ചു കളയും ഒരു വ്യക്തിയുടെ അവിശ്വാസം. മനസ്സിലായോ? ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു, ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ കാണണമോ? നമ്മൾ വിശ്വസിക്കണം, ഈ പച്ചന് എന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യാൻ പറ്റും. നമ്മൾ ഏറ്റെടുക്കണം, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്റെ കർത്താവ് എന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കഴിയും എന്ന് പറയുന്ന ഇടത്താണ് ദൈവത്തിന്റെ പ്രവൃത്തികൾ നമ്മൾ കാണാൻ പോകുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുണ്ടോ? പ്രിയ ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ, ദൈവത്തിന് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് പലപ്പോഴും സ്ഥിരമാണ്.
പാടുന്നുണ്ട്, പാടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ യേശുവിനുള്ള വിശ്വാസത്തിന്റെ അളവ് എത്രയാണ്? ഞാൻ 2-3 മാസങ്ങൾക്ക് മുമ്പ് തൊഴിൽ CSI ഒരു മീറ്റിംഗിന് ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ ചെല്ലുമ്പോൾ 11 മണിയൊക്കെ കഴിഞ്ഞു. ഒരാൾ എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യം പറയുക. അദ്ദേഹത്തിന് 4 മാസത്തിന് മുമ്പ് ഒരു ആക്സിഡന്റ് പറ്റി, ആകെ തളർന്ന അവസ്ഥയിലായി. പക്ഷേ അനേക ദൈവമക്കളുടെ പ്രാർത്ഥനയുടെ ഫലമായി അദ്ദേഹത്തിന് ദൈവാലയത്തിൽ വരാനായി കഴിഞ്ഞു. അദ്ദേഹം സാക്ഷ്യം പറയുന്നത് തന്നെ പറഞ്ഞു, എനിക്ക് ദൈവം സൗഖ്യം തന്നു, ഞാൻ ദൈവത്തിന് നന്ദി പറയും. പക്ഷേ എൻ്റെ വലത് കൈ ഉയർത്താനായി പറ്റത്തില്ല. എൻ്റെ വലത് കൈക്കുള്ള ബലം തീർന്നുപോയി, ബലമില്ല. അദ്ദേഹം സാക്ഷ്യം പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മടങ്ങിപ്പോകാനായി. വചന ശുശ്രൂഷ പ്രാർത്ഥനയൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ മനുഷ്യൻ അവിടെ അസ്വസ്ഥപ്പെടുകയാണ്. ഇടയ്ക്കൊക്കെ കൈയൊക്കെ ചലിപ്പിച്ച് നോക്കുന്നു, ഉയർത്തി നോക്കുന്നു, പിന്നെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ കാണിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അദ്ദേഹം ഒരുപക്ഷെ ആക്സിഡന്റ് ഒക്കെ പറ്റിയ ആളല്ലേ, അതുകൊണ്ട് തന്നെ ഇത്തിരി സമയം ഇരിക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യൻ ദൈവത്തിന്റെ വചനങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവസാനത്തെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. അച്ഛൻ ആശീർവാദം പറയുമ്പോൾ ആ മനുഷ്യൻ ആ ഫ്ലോറിൽ നിന്ന് വിളിച്ചു പറയുകയാണ്, അച്ഛോ, എനിക്ക് യേശു സൗഖ്യം വന്നു, എന്റെ കൈ പോയത്. ആ മനുഷ്യൻ ആ ഫ്ലോറിൽ നിന്ന് കൈ ഉയർത്തി തനിക്ക് ലഭിച്ച സൗഖ്യത്തെ ആ മനുഷ്യൻ സാക്ഷിക്കുകയാണ്. ഫ്രണ്ടിലോട്ട് വന്നു. ആ മനുഷ്യൻ കൈയെ ഇറക്കി കാണിക്കുകയാണ്, എനിക്ക് ദൈവം സൗഖ്യം തന്നു, എന്റെ കൈ പോയത്. കുറെ കഴിയുമ്പോ ഒരു പെൺകുട്ടിയെ അമ്മ കൊണ്ട് പ്രാർത്ഥിക്കാനായി വരികയാണ്. അമ്മ പറയുകയാണ്, അച്ഛൻ നമുക്ക് ഭയങ്കര ഭയമാണ്, എന്താണെന്ന് അറിയില്ല. ഒരു കാര്യങ്ങൾ തിരക്കിപ്പോ പറഞ്ഞു, ഈ കുട്ടിയുടെ, ആ കുട്ടി എടുത്തു വളർത്തുന്നതാണ്, ഈ കുട്ടിയുടെ അമ്മ 18-ാമത്തെ വയസ്സിൽ മരിച്ചു. ഇവന്റെ അമ്മ 20-ാമത്തെ വയസ്സിൽ തലക്കടിയേറ്റ് മരിച്ചു. ഈ കുട്ടിക്ക് 20 വയസ്സാവാൻ പോകുന്നു. അവരുടെ മനസ്സിനകത്തുള്ള ചിന്ത, എന്റെ അമ്മ 18-ാമത്തെ വയസ്സിൽ മരിച്ചു, എന്റെ അമ്മ 20-ാമത്തെ വയസ്സിൽ മരിച്ചു, ഞാനിവിടെ മരിക്കാൻ പോവുകയാണ്, ഞാൻ മരിക്കാൻ പോവുകയാണ്. അവൾ ഉറക്കത്തിലും ചിന്തകളിലും എല്ലാവരും അവരുടെ മനസ്സ് പറയുന്നത്, നീ മരിക്കും, നിനക്കിനി ജീവിക്കാൻ പറ്റത്തില്ല, നിന്റെ ജീവിതം ഇവിടെ തീർന്നിരിക്കുകയാണ്. ഞാൻ അവളോട് യേശു പറഞ്ഞു. അമ്മയും ഞങ്ങൾ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, ആ പ്രാർത്ഥനയിൽ യേശു അവളെ തൊട്ടു. യേശു അവളെ ഭയപ്പെടുത്തി വെച്ചിരുന്ന പൈശാചിക ശക്തി അവളിൽ നിന്ന് വിട്ടുപോകാനായി. ആ പെൺകുട്ടി കുറെ അധിക സമയം കുറെ അധിക സമയം തിരിച്ചു വന്നു. കുറെ കഴിഞ്ഞിട്ട് ഞാൻ അവളെ വിളിച്ചു. എന്നോട് ആദ്യം പറയുകയാണ്, എനിക്ക് ജീവിക്കണം എന്ന് തോന്നുന്നു, എനിക്ക് ജീവിക്കണം, എനിക്ക് അതിനെന്ത് ചെയ്യണം, ഞാൻ എന്ത് ചെയ്യണം. ഞാൻ അവളെ അനുഗ്രഹിച്ചു. അവളോട് നമ്മളെ കൈകൾ അവളെ സന്തോഷത്തോടെ പറഞ്ഞു. കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് എനിക്ക് വീണ്ടും തിരുവനന്തപുരം കൺവെൻഷനുമായി ബന്ധപ്പെട്ട് എനിക്ക് ആ പെൺകുട്ടിയെ കാണേണ്ടതായിരുന്നു. ഞാൻ അവളോട് സംസാരിച്ചു. ഞാനിപ്പോൾ എഞ്ചിനീയറിംഗിന് പഠിക്കുകയാണ്. ദൈവം എൻ്റെ കൂടെ ഉണ്ടായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, നമ്മുടെ അവിശ്വാസം ദൈവത്തിന്റെ പ്രവൃത്തികളെ ബന്ധിച്ചു. പക്ഷെ ദൈവത്തിന് ഈ നാസറേയനായ യേശു ക്രിസ്തുവിന് എന്റെ ജീവിതത്തിൽ ചിലത് ചെയ്യാനായിട്ട് കഴിയും, അവന്റെ ശക്തിയൊന്നും കുറഞ്ഞു വരില്ല എന്ന് പറയുന്നിടത്ത് അവൻ ഇന്ന് പ്രവർത്തിക്കുന്നവനാണ്. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിക്കും. നമ്മുടെ വിശ്വാസത്തിന്റെ തലം എവിടെയാണ്? ഒരു ക്രിസ്ത്യാനിയെ അഭിമാനിക്കാൻ നമുക്ക് ലജ്ജയില്ല. നമ്മുടെ വിശ്വാസം ഏത് അളവിലാണ്?
അല്പവിശ്വാസം. ഈ അല്പവിശ്വാസത്തിന് ചില പ്രത്യേകതകളുണ്ട്. നമ്മളിതിലെ ആളുകൾ വിശ്വാസമാണെന്ന് ചോദിച്ചാൽ വിശ്വാസമാണ് അല്ലേ? വിശ്വാസം ഉണ്ടാന്ന് ചോദിച്ചാൽ ഉണ്ട്, എവിടെയോ സത്യം ഉണ്ട്. പക്ഷേ ഇവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ശീതവാനുണ്ട്, ബാക്കിയുണ്ട്, ശീതവാനുണ്ട്, ഉഷ്ണവാനുണ്ട്. എവിടെയെങ്കിലും ചെന്നിരുന്ന കണ്ടിട്ടുണ്ടോ? ആനാവില്ല, വേറെ പല സ്ഥലങ്ങളിലാണ്. ശീതവാനുമല്ല, ഉഷ്ണവാനുമല്ല. വിശ്വാസം പക്ഷേ ശീതവാനുമല്ല, ഉഷ്ണവാനുമല്ല. ജീവനുണ്ടോ? ഉണ്ട്. ജീവനുണ്ട് എന്ന് പേരുണ്ടെങ്കിൽ ബാക്കിയെ മരിച്ചതുപോലെ ഒരാളുമില്ല, ഒരാളില്ല. ഒരു എവിടെയോ ഒരർത്ഥമുണ്ട്. പക്ഷേ ജീവനുണ്ടെന്ന് പേരുണ്ടെങ്കിൽ ശബ്ദാവസ്ഥയിലാണോ, ശീതോഷ്ണാവസ്ഥയിലാണോ, ഞാൻ എനിക്ക് രക്ഷയില്ലാതെ പറഞ്ഞിരിക്കുന്ന അനുഭവത്തിലാണോ? നിന്റെ വിശ്വാസത്തിന്റെ വലിപ്പം അല്പമാണ്. ഈ അല്പവിശ്വാസത്തിന്റെ 3 പ്രത്യേകതകളുണ്ട്. കർത്താവ് അല്പവിശ്വാസത്തിന്റെ 3 പ്രത്യേകതകൾ എന്ന് പറയുന്നത്, ഒന്ന്, സ്തോത്രം, മത്തായി 6-ാം അധ്യായം അതിന്റെ 30-ാം വാക്യം വായിച്ച്. മത്തായി 6:30, 3 വാക്യങ്ങൾ നമ്മൾ വേഗം വായിക്കാം. മത്തായി 6:30. മത്തായി 6:30 ഇല്ലേ? ഉൽപ്പത്തിക്ക് ശേഷമാണ്. ഇന്നുള്ളതും നാളെ അടുത്തിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ കണ്ടോ? കർത്താവ് നിൽക്കുന്ന ഒരു കൂട്ടരെയാണ് അല്പവിശ്വാസികളെ. ഇവിടെ നമുക്ക് പറയാം, അടുത്ത സമയത്ത് നമ്മൾ എല്ലാം ചേർത്ത് വിളിച്ചു പറയാം. 2-ാമത്തെ വാക്യം മത്തായി 8:26. മത്തായി 8:26 പെട്ടെന്ന് വായിക്കാം. മത്തായി 8:26 പെട്ടെന്ന്. അല്പവിശ്വാസികളെ നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത് പറഞ്ഞത്? അടുത്തത് മത്തായി 14:31. മത്തായി 14:31 പെട്ടെന്ന്. മത്തായി 14:31. യേശുവിനെ കൈ നീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസിയെ നീ എന്തിന് സംശയിച്ചു? കേട്ടോ, ഈ മത്തായി സുവിശേഷത്തിനകത്ത് പലയിടങ്ങളിലും വിശ്വാസികൾ അല്പവിശ്വാസികൾ നിങ്ങൾ ഇനി ശ്രദ്ധിച്ച്, 1-ാമത്തെ സ്ഥലത്ത് കർത്താവ് പറഞ്ഞതെന്ന് അറിയാമോ? അവർ പറഞ്ഞു, എന്ത് തിന്നും എന്ത് ഉടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ട് നിങ്ങൾ വിചാരപ്പെടേണ്ട. അല്പവിശ്വാസത്തിന്റെ 1-ാമത്തെ പ്രത്യേകത വിചാരപ്പെടലാണ്. എന്തിനു വിചാരപ്പെടൽ? എന്താണോ ഇന്ന് വയറ് നമ്മളെ തിന്നിട്ടാണ് ഉണ്ടാക്കുന്നത്. എന്നാൽ നാളെ നേരം കിടക്കുമ്പോ എന്ത് കഴിക്കുമോ? 50 ചുരിദാർ കേട്ടിരിക്കൊണ്ട്, 50 പാന്റും ഷർട്ടും കേട്ടിരിക്കൊണ്ട്, പക്ഷേ രാവിലെ എന്ത് തോന്നുന്നു? ഓരോ കല്യാണത്തിനും ഓരോ പ്രോഗ്രാമിലും പുതിയത് വാങ്ങി വിചാരങ്ങളെ വിശ്വാസമില്ല. പ്രാർത്ഥിച്ച നടക്കുമോ? അങ്ങനെ നടക്കുമോ? കണ്ടിട്ടുണ്ടോ? ഇവരുടെ വിശ്വാസമാണ് ലിറ്റിൽ ഫെയ്ത്ത്. ലിറ്റിൽ ഫെയ്ത്ത്. അവരെപ്പോഴും ഇങ്ങനെ വിചാരപ്പെട്ടുകൊണ്ടേയിരിക്കും. ഒരു വ്യത്യാസം പറയാം. 2-ാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് വായിച്ചു, ഇവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? സ്തോത്രം, അല്പവിശ്വാസികളെ നിങ്ങൾ ഭീരുക്കൾ ആകുവാനെന്തു എന്ന് പറഞ്ഞാൽ അല്പവിശ്വാസത്തിന്റെ 2-ാമത്തെ പ്രത്യേകത ഭയമാണ്. ദൈവത്തിൽ വിശ്വാസമില്ലാത്ത അല്പവിശ്വാസികളായ ആളുകൾ പെട്ടെന്ന് ഭയപ്പെടും. ഭയം
പിശാചിനെ കൊണ്ടിട്ട് അവരെ കീഴടക്കി. മൂന്നാമത്തെ പ്രത്യേകത പത്രോസിനോട് കൈ വിളിച്ചിട്ട് അല്പവിശ്വാസിയെ നീ എന്തിന് സംശയിച്ചു? ഒന്ന് ആകുല ചിന്ത, രണ്ട് മൂന്ന് അവിശ്വാസം. ഇങ്ങനെ ഈ സംശയവും ഭയവും അതുപോലെ തന്നെ നാളെ കുറിച്ചുള്ള വിചാരപ്പെടലുകളെല്ലാം എന്തിന്റെ പ്രത്യേകതയാണ്? അല്പവിശ്വാസത്തിന്റെ പ്രത്യേകതയാണ്. അപ്പൊ നമ്മൾ ഞാൻ ഏത് കൂട്ടത്തിൽപ്പെടും? നിങ്ങൾ പറയാൻ പോവുകയാണ്. ഒന്ന് 0 ഫെയ്ത്ത്, രണ്ട് നമ്മൾ കാണിക്കുകയാണ് ലിറ്റിൽ ഫെയ്ത്ത്, ചെറിയ വിശ്വാസം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ദൈവത്തിലുള്ള വിശ്വാസത്തിന്റെ ആഴക്കുറവാണ് ഈ ഭയവും ഈ സംശയവും ഈ വിചാരങ്ങളും ഒക്കെ ഉള്ളത്. പക്ഷെ നമ്മൾ പറയുകയാണ് എന്റെ ദൈവം വലിയവനാണ്, എന്റെ ദൈവം എന്നെ നടത്തും, എന്റെ ദൈവം എന്നെ കരുതിക്കൊള്ളും, എന്റെ ദൈവം എന്നെ കൈവിടുകയില്ല, എന്റെ ദൈവം എന്നോട് കൂടെ ഇരിക്കുമെന്ന് നമ്മൾ പറയുന്ന നിമിഷത്ത് നമ്മുടെ ഉള്ളിലെ ഭയം, നമ്മുടെ ഉള്ളിലെ ആശങ്കകൾ നീങ്ങിപ്പോകുന്നതാണ്. പലപ്പോഴും ഈ അവിശ്വാസം, ഈ ലിറ്റിൽ ഫെയ്ത്ത് അല്ലെങ്കിൽ ഈ അല്പവിശ്വാസം നമ്മുടെ ഉള്ളിൽ പിശാച് പ്രവർത്തിക്കുന്നതിന് കാരണമാകുന്നു. ഭയം കൊണ്ട് നിറയ്ക്കുന്നു, സംശയം കൊണ്ട് നിറയ്ക്കുന്നു, നമ്മുടെ ഹൃദയത്തിനകത്ത് ആകുലതകൾ കൊണ്ട് നിറയുകയാണ്. ചിലർക്ക് പറയാൻ പറ്റുമോ, എന്റെ ദൈവം അറിയാതെ എന്റെ ജീവിതത്തിലൊന്നും സംഭവിക്കില്ല, എന്റെ കർത്താവ് വലിയവനാണ് എന്ന് നമുക്ക് പറയാനും വിശ്വസിക്കാനും കഴിയുന്നിടത്ത് ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ നമുക്ക് അനുഭവിക്കാൻ കഴിയും. ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന ദൈവത്തിന്റെ വലിയ കരുതൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ ഞാൻ ഈ കാര്യം നിങ്ങളോട് രണ്ടാമത് പറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മവിശ്വാസത്തിൽ എല്ലാവരും പുതിയ നിയമത്തിൽ യേശു കർത്താവ് 2 വ്യക്തികളെ മാത്രമേ വിളിക്കുന്നുള്ളൂ. നിന്റെ വിശ്വാസം വലിയതാണ്. അത് 2 ക്രിസ്ത്യാനികളാണ്, അല്ല യഹൂദന്മാരല്ല. ഈ 2 പുറജാതിക്കാരായ ആളുകളാണ്. ഈ വലിയ വിശ്വാസത്തിന്റെ പ്രത്യേകത എന്ന് പറയാമോ? ഈ വലിയ വിശ്വാസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കർത്താവേ നിന്റെ ഒരു വാക്ക് മതി എന്റെ അവസ്ഥ വരാൻ. കർത്താവേ നിന്റെ അനുഗ്രഹത്തിന്റെ അപ്പം കഷണത്തിൽ ഒരു കഷണം മതി എന്റെ കുഞ്ഞിനെ സൗഖ്യം വരാൻ. ഈ വിശ്വാസത്തിന്റെ തലത്തിലേക്ക് നമ്മൾ വളരുമ്പോൾ, വലിയ വിശ്വാസം വരുമ്പോൾ കർത്താവിനോട് നമ്മൾ പറയും, കർത്താവേ നീ എന്റെ വീട്ടിൽ വരണ്ട, നീ ഒന്ന് നോക്കിയാൽ മതി, നീ ഒന്ന് തൊട്ടാൽ മതി, നിന്റെ ഒരു വാക്ക് മതി, കർത്താവേ നീ ഒന്ന് ചലിച്ചാൽ മതി, എന്റെ സാഹചര്യം മാറും. 2 പേരോടാണ് കർത്താവ് പറയുന്നത്. ഒന്ന് ശതാധിപനോട് മത്തായി 8:10, 2 കനാന്യ സ്ത്രീയോട് മത്തായി 15:28. ഈ 2 ഭാഗങ്ങളിൽ യേശു കർത്താവ് അവരോട് പറയുകയാണ്. അല്ലെങ്കിൽ ശതാധിപന് ആ കാര്യം കണ്ടിട്ട് കർത്താവ് പറയുകയാണ്, ഇസ്രായേലിൽ കൂടി ഇങ്ങനെയുള്ള വിശ്വാസം കണ്ടിട്ടില്ല, വിശ്വാസം വലിയത്. ഈ സ്ത്രീയുടെ വിശ്വാസം കണ്ടിട്ട് കർത്താവ് പറയുകയാണ്, സ്ത്രീയെ വിശ്വാസം വലിയത്. സാഹചര്യങ്ങൾ ഒന്നും അനുകൂലമല്ലാതിരിക്കുമ്പോൾ, ഒരു നന്മയും വീട്ടിനകത്ത് കാണാനില്ലാതിരിക്കുമ്പോൾ, ജീവിതം ഉണങ്ങി വരണ്ട അനുഭവത്തിലായിരിക്കുമ്പോൾ വിശ്വസിക്കാൻ പറ്റുമോ? കർത്താവേ നീ ഒരു വാക്ക് പറഞ്ഞാൽ എന്റെ അവസ്ഥ മാറും, നീ ഒന്ന് തൊട്ടാൽ എന്റെ സാഹചര്യം മാറും, എന്റെ കുടുംബത്തിന്റെ സ്ഥിതി മാറും, എന്റെ ചുറ്റുപാടുകൾ മാറും, എന്റെ ഭയം മാറും, എന്റെ കുടുംബത്തിന്റെ തകർച്ചകൾ മാറും, എന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുമെന്ന് നമുക്ക് വിശ്വസിക്കാനായി കഴിയുമോ? അങ്ങനെയുള്ള വിശ്വാസത്തെ കർത്താവ് വലിയ വിശ്വാസം എന്ന് പറയുകയാണ്. 4ാമത്തെ വിശ്വാസം മോസ്റ്റ് ഹോളി ഫെയ്ത്ത്. ഈ വിശ്വാസത്തെ കുറിച്ച് പറയുന്നത് യൂദയുടെ ലേഖനം 20-ാമത്തെ വാക്യത്തിലാണ്. നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി
ഈ അതിവിശുദ്ധ വിശ്വാസത്തിന്റെ പ്രത്യേകത. അതുകൊണ്ട് പറഞ്ഞു അവസാനിപ്പിക്കുകയാണ്. അതിവിശുദ്ധ വിശ്വാസത്തിന്റെ പ്രത്യേകത ദൈവത്തിന്റെ ഒരാളിനെ സാത്താന്റെ മുമ്പിൽ അല്ലെങ്കിൽ പരിശോധനകളുടെ മുമ്പിലേക്ക് എടുത്തിട്ട് കൊടുക്കണമെങ്കിൽ ആ വ്യക്തിക്ക് അതിവിശുദ്ധ വിശ്വാസം ഉണ്ടായിരിക്കണം. ചിലപ്പോൾ ദൈവം കൊണ്ടുപോകുന്നത് ചില കഠിനമായ പരിശോധനകളായിരിക്കും. മനസ്സിലായോ? ഉൽപ്പത്തി 22 ദൈവം അബ്രഹാമിനോട് പറയാണ്, അബ്രഹാമേ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ പുത്രനെ എനിക്ക് നീ ബലിയർപ്പിക്കണം. നമ്മളോട് ദൈവം പറഞ്ഞ നമ്മൾ പറയും, കർത്താവിൽ വിശ്വാസം വേണ്ട, പള്ളി നാളപ്പാടുകളെന്ന് പറയും, പള്ളിയിൽ വേണ്ട, പാതിരിയും വേണ്ട, അതൊക്കെ മതിയാക്കി വീട്ടിൽ അല്ലേ? ഇതാണ് മോസ്റ്റ് ഹോളി ഫെയ്ത്ത്. ദൈവത്തിന് നമ്മളെ നോക്കി പറയണം, നീ സ്നേഹിക്കുന്ന ഏറ്റവും വലുതിനെ, നിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതിന് വിശ്വാസത്തെ പ്രതി, എന്നോടുള്ള സ്നേഹത്തെ പ്രതി നിനക്ക് വിട്ടുകളയാൻ പറ്റുമോ? നമുക്ക് ആ സംഭവമൊക്കെയാണ്. അബ്രഹാമിനോട് മകൻ ചോദിക്കുകയാണ്, അപ്പൊ തീയുണ്ട്, വിറകുണ്ട്, ഹോമയാഗത്തിന് നാട്ടിൻകുട്ടിയെ എവിടെ ചോദിക്കുമ്പോ അബ്രഹാമിന്റെ വായിൽ നിന്ന് വന്നതെന്ന് നമുക്കറിയാം. മോനെ, ദൈവം കരുതിയിട്ടുണ്ട്, ദൈവം കരുതിയിട്ടുണ്ട്. ആ യാഗപീഠത്തിന്റെ ആ മലയുടെ മുകളിൽ യാഗപീഠത്തിൽ തന്റെ കുഞ്ഞിനെ ആദ്യ യാഗമർപ്പിക്കാനായിട്ട് പിടിച്ചു കെട്ടിക്കിടക്കുമ്പോഴും തനിക്ക് ദൈവം ഒരുക്കി നാട്ടിൻകുട്ടിയെ കാണില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പായിരുന്നു, ഈ ചാരത്തിനകത്ത് നിന്ന് എന്റെ മകനെ എഴുന്നേൽപ്പിച്ചു തരാം. ഞാൻ ഈ മലയുടെ മുകളിൽ നിന്ന് താഴോട്ട് കിടക്കുന്നുണ്ടെങ്കിൽ എന്റെ കുഞ്ഞിനെ കൊണ്ട് എനിക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് ഈ അബ്രഹാമിന് അറിയാമായിരുന്നു. യോബിന്റെ ജീവിതം, യോബിനെ എടുത്ത് ദൈവം പിശാചിന്റെ മുമ്പിൽ ഇട്ടു കൊടുത്തിട്ട് പറയുന്നത്, സാത്താനെ, നീ എന്നെ എന്തിനാ വെറുതെ മോഹിപ്പിക്കുന്നത്? നീ ചോദിക്കുന്നത്, നീ എന്തിനാ വെറുതെ മോഹിപ്പിക്കുന്നത്? സത്യം പറയണം, നീയാണ് അനുഗ്രഹങ്ങൾ കൊടുത്തതുകൊണ്ട്, നീയാണ് വീടും നാടും സ്വത്തും സമ്പത്തൊക്കെ കൊടുത്തതുകൊണ്ട് അവൻ ഈ ഭക്തിയൊക്കെ മുറുകെ പിടിച്ച് വെച്ചുകൊണ്ടിരിക്കുന്നത്. തമ്പുരാൻ പറഞ്ഞു, നീ അവനൊക്കെ തൊട്ടു നോക്ക്. യോബിനെ ശത്രുവായ സാത്താൻ തൊടുമ്പോ, അവന്റെ സമ്പത്ത് നഷ്ടപ്പെടുമ്പോ, അവന്റെ മക്കൾ നഷ്ടപ്പെടുമ്പോ, യോബ് പറഞ്ഞത് ഒന്ന് മാത്രമേ ഉള്ളൂ, ദൈവം വന്നു, ദൈവം എടുത്തു, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തന്റെ ഭാര്യ തന്റെ ദൈവത്തെ തള്ളിപ്പറയാൻ തന്നോട് ആവശ്യപ്പെടുമ്പോ യോബ് പറയാണ്, നീ പൊട്ടി സംസാരിക്കുന്നതോ സംസാരിക്കുക, അവനിൽ നിന്ന് നന്മ കൈക്കൊണ്ടാ നോക്ക്, തിന്മയും കൈക്കൊണ്ടോ. തന്റെ സ്നേഹിതന്മാരോട് 4 മിനിറ്റ് വളർന്നിരുന്ന് യോബിനെ പരിഹസിച്ച്, നീ പാപിയായതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞ് അവനെ കുറ്റപ്പെടുത്തുമ്പോ യോബ് ഇങ്ങനെ പറഞ്ഞു, എന്റെ ശരീരം ഇത് നശിച്ചാൽ ശരി, അന്യനല്ല, എന്റെ സ്വന്തം കണ്ടുകൊണ്ട് ഞാൻ കാണാം. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ പിശാചിന്റെ മുന്നിലേക്ക് കൊണ്ടുപോകണം. ദൈവത്തെ തള്ളിപ്പറയാത്തതിന്റെ കാരണം മോസ്റ്റ് ഹോളി ഫെയ്ത്തിന്റെ ഉടമയായിരുന്നു യോബ്. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ അങ്ങനെ ആരെങ്കിലും ദൈവത്തിന് വിട്ടുകൊടുക്കാനായിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിന്റെ പരിശോധനകളുടെ മധ്യത്തിൽ, കൊച്ചു കൊച്ചു ശോധനകളുടെ മധ്യത്തിൽ, ചെറിയ പ്രതികൂലങ്ങൾ വരുമ്പോ, ചെറിയ വേദനകൾ വരുമ്പോ നമ്മുടെ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവരാണോ? എന്റെ ദൈവം ദോഷമായിക്കൊണ്ട് എനിക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് അവന്റെ പാദത്തിൽ കിടന്ന് ആരാധിക്കുന്നവരാണോ? സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി മാത്രം ദൈവത്തെ അന്വേഷിക്കുന്നവരല്ലേ? നമ്മുടെ ദൈവത്തിന്റെ അടുത്ത് മുമ്പിൽ നിർത്തി കാണിച്ചു കൊടുക്കാൻ ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഭക്തരുണ്ടോ? നിങ്ങളുടെ വിശ്വാസം ഇവിടെ, നിങ്ങളുടെ വിശ്വാസത്തിലിരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിക്കുകയും ശോധന ചെയ്യുക. പ്രിയപ്പെട്ടവരെ, ഈ 64ാമത് സഭാവാർഷിക കൺവെൻഷൻ, ഈ ആനാളോട് പള്ളിയെ കുറിച്ച് ദൈവത്തിന് ഒരു ആഗ്രഹമുണ്ട്. തന്റെ മക്കള്
മടങ്ങി വരും. ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ, ആത്മീയ അനുഭവത്തിൽ യേശുവിനെ മുഴുവൻ പറ്റുന്ന മക്കളായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു, ഒരുപാട് ചോദിച്ചില്ല. ഞാൻ വേറെ ഏതെങ്കിലും ഒരു പ്രസംഗം പറഞ്ഞു, ദൈവത്തോട് പറഞ്ഞു, വേണ്ട, നീ ഇത് തന്നെ പറയണം, ഇത് തന്നെ പറയണം. എന്നോട് ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ പുതുക്കവും നവീകരണവും വേണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ വിശ്വാസം ഏത് തരത്തിൽ സീറോ ഫെയ്ത്താണോ, ദൈവത്തിന്റെ പ്രവൃത്തികളെ ബന്ധിച്ചിരുന്നു. നമ്മുടെ ലിറ്റിൽ ഫെയ്ത്താണോ, നമ്മുടെ ജീവിതത്തിലെ അവിശ്വാസവും ഭയവും അതോടൊപ്പം തന്നെ സംശയവും നമ്മുടെ ജീവിതത്തിലെ പെരുമാറ്റവും മാർഗങ്ങളുമൊക്കെ വിശാലമായ കടന്നുകൾ ഗ്രേറ്റ് ഫെയ്ത്താണ്. ദൈവത്തിന്റെ നമ്മളോട് പറയും, നമ്മുടെ യേശുക്രിസ്തുവിന്റെ സന്നിധി ആ വലിയ വിശ്വാസത്തിലുള്ളവരാണ്. നമ്മൾ പറയും, ഇന്ന് മടങ്ങി പോകുമ്പോൾ കർത്താവിനെ തൊട്ടിരിക്കുക, ഇന്ന് ഞാൻ മടങ്ങി പോകുമ്പോൾ അവന്റെ കൂടെ വരും, അവനൊരു വാക്ക് മതി, ഇന്ന് രാത്രി എന്റെ വീട്ടിനകത്ത് അത്ഭുതങ്ങൾ നടക്കാൻ. വലിയ അധികരിച്ചിരുന്ന വിശ്വാസമാണ് ദൈവത്തിന്റെ ലോകത്തെ പിശാചിനെ കൊണ്ട് നമ്മളെ എടുത്ത് നടത്തുമ്പോൾ ആ പ്രതികൂലത്തിന്റെ അർത്ഥത്തിൽ നിന്ന് നമ്മൾ പുറത്തു വരും, നമ്മളെ ദൈവം പുറത്തു കൊണ്ടുവരും. ചില സന്ദർഭങ്ങളിൽ നമ്മൾ അങ്ങനെ പോകുന്ന നിമിഷങ്ങളുണ്ട്. ഞാൻ ഈ അടുത്ത സമയത്ത് അനുഭവിച്ചു. ഗതശമനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച നിമിഷങ്ങളാണ്. അങ്ങനെ പറഞ്ഞ ഗതശമനയുടെ അനുഭവം ഉറക്കം നഷ്ടപ്പെട്ടു, ഭയവും ആശങ്കയും മാത്രം ഉണ്ടിയ ചില ദിവസങ്ങളുണ്ടായി. അദ്ദേഹം പറഞ്ഞു, അബ്രഹാം ഉൽപ്പത്തി 15 പറഞ്ഞതുപോലെ ആ കൂരിട്ട് വിശ്വാസ ജീവിതത്തിൽ ഉണ്ടല്ലോ കൊണ്ടുപോയ വിശ്വാസത്തിൽ യാത്ര ചില പ്രദേശങ്ങളുടെ അനുഭവങ്ങൾ പുറത്തു വരുമ്പോൾ തോന്നിപ്പോകുന്ന നിരീക്ഷണങ്ങളുണ്ട്. എന്നതൊക്കെ ദൈവമുണ്ട് പരിശുദ്ധ ഗ്രഹത്വം കാണാൻ സ്വാഭാവികയില്ലാതെ പഠിപ്പിക്കുന്ന ദൈവം. ദൈവത്തിന്റെ മകനെ ഗതശമനമാണ് എൻ്റെ ജീവിതത്തിൽ, കടലിന് വേദനയാണ് എൻ്റെ ജീവിതത്തിൽ, തകർന്നു പോയി ഒറ്റപ്പെട്ടവനാണ്, ഞാൻ അധ്വാനിക്കുന്നു, എൻ്റെ ജീവിതം ഇന്നും കണ്ണുനീരിലാണ്. എൻ്റെ കൂടെ കർത്താവ്, കർത്താവിന്റെ ജീവിതത്തിന്റെ തുണയാളിയായി എൻ്റെ ജീവിതത്തിന്റെ എല്ലാവരും കൂടെ നീ ഏത് അവസ്ഥയിലൂടെ പോയാലും ദൈവത്തിന്റെ അവിടെ പുറത്തു കൊണ്ടുവരും. ദൈവങ്ങളുടെ നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരും. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വിശ്വാസത്തെ ശോധന ചെയ്യുന്ന ഒരു രാത്രിയായിരിക്കട്ടെ. നമുക്ക് എഴുന്നേൽക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവമേ ഈ നല്ല രാത്രിക്കായി സ്തോത്രം. എല്ലാവരും പ്രാർത്ഥിക്കാനായിട്ട് അല്പസമയം വേർതിരിച്ച് ആർക്കെങ്കിലും പോകണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പ്രാർത്ഥനയോടെ നിങ്ങൾക്ക് സമയം വൈകിയെങ്കിൽ മടങ്ങി പോകാവുന്നതാണ്. അതല്ലെന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാനായിട്ട് അല്പസമയം വേർതിരിക്കുകയാണ്. ഈ രാത്രി നമ്മുടെ വിശ്വാസത്തിന്റെ ഏത് തലത്തിലായിരിക്കുന്നു, വിശ്വാസത്തിന്റെ ഏത് തലത്തിലായിരിക്കുന്നു, പലപ്പോഴും സീറോ ഫെയ്ത്ത്, അവിശ്വാസ നിമിത്തം ദൈവത്തിന്റെ പ്രവൃത്തികളെ ബന്ധിച്ച് നമ്മുടെ ജീവിതത്തിൽ യാതൊരു വിധമായ ചലനവുമില്ലാത്ത അനുഭവത്തിൽ നമ്മളായിരിക്കുന്നുണ്ടാവും. അല്പവിശ്വാസം, ചെറിയ വിശ്വാസമുണ്ട്, പക്ഷേ ഒരു കൊച്ചു പ്രതിസന്ധിയുടെ മധ്യത്തിൽ, ഒരു കൊച്ചു പ്രതികൂലത്തിന്റെ മധ്യത്തിൽ, ഒരു കൊച്ചു ഭയം വരുമ്പോ, ഒരു കൊച്ചു സംശയം വരുമ്പോ, ഒന്നും മുമ്പിൽ ഒരു നന്മയും കാണാനില്ലാതിരിക്കുമ്പോ സംശയിച്ചു പോകുന്നുണ്ടോ, എന്തായി തീരുമെന്നതിനെ കുറിച്ച് ആകുലപ്പെടുന്നുണ്ടോ? പലപ്പോഴും മനുഷ്യ സഹജമാണ്. പിശാചിന്റെ ഹൃദയത്തിനകത്ത് അവിശ്വാസങ്ങളും സംശയങ്ങളും കൊണ്ടിട്ട് നമ്മളെ ഞെരുക്കിക്കളയുന്ന അനുഭവങ്ങളാണ് ഈ രണ്ട് തലങ്ങളും. എന്നാൽ എന്റെ കർത്താവ് രാത്രി ആഗ്രഹിക്കുന്നത് നീ ആ അനുഭവത്തിൽ നിന്ന് പുറത്തേക്ക് വരണം. നീ ഗ്രേറ്റ് ഫെയ്ത്തും മോസ്റ്റ് ഹോളി ഫെയ്ത്തും ഉള്ള വ്യക്തിയായി മാറണം. നമുക്ക് രാത്രി കർത്താവിനോട് പറയാമോ, എന്റെ അവിശ്വാസത്തെ പൊറുക്കണമേ, എന്റെ അവിശ്വാസത്തെ പൊറുക്കണമേ. പലപ്പോഴും കർത്താവേ എനിക്ക് വിശ്വാസമുണ്ടെന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിൽ പല സന്ദർഭങ്ങളിൽ ദൈവമേ ഞാൻ അങ്ങയെ സംശയിച്ചു പോകുന്നു, ഞാൻ പിന്തുടർന്നു പോകുന്നു.
ഞാൻ ഭയപ്പെട്ടു പോകുന്നു. കർത്താവേ, ഞാൻ പലപ്പോഴും ഈ അധൈര്യപ്പെട്ടു പോകുന്നു. ഞാൻ തളർന്നു പോകുന്നു. ഇന്ന് രാത്രി നിന്റെ വലങ്കരം നീട്ടി എന്നെ താങ്ങണമേ കർത്താവേ. ഈ രാത്രി ദൈവം നിന്റെ വലങ്കരം നീട്ടി എന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കണമേ. രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം. ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു തരണമേ. ശിഷ്യന്മാർ യേശുവിനോട് ആവശ്യപ്പെടുവാനായിരുന്നു. ഇന്ന് രാത്രി നമുക്ക് പറയാമോ, കർത്താവേ, എന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു തരണമേ. കർത്താവേ, എന്റെ അകക്കണ്ണിനെ തുറക്കണമേ. കർത്താവേ, എന്നോട് സംസാരിക്കണമേ. എന്റെ അവിശ്വാസത്തെ ക്ഷമിക്കണമേ. എന്റെ അല്പവിശ്വാസത്തെ നീ ശാസിക്കണമേ കർത്താവേ. ഞാൻ ദൈവമേ, നിന്റെ ഒരു വാക്ക് മതി, നിന്റെ ഒരു സ്പർശനം മതി, നിന്റെ ഒരു തലമോട്ടനോടം മതി, നിന്റെ ഒരു നോട്ടം മതി കർത്താവേ. എന്റെ അവസ്ഥകൾ മാറാമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കർത്താവേ, നമുക്ക് ഈ രാത്രി ഏറ്റെടുക്കാം. ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, എന്നെ സഹായിക്കണമേ, എന്നെ സൗഖ്യമാക്കണമേ, എന്റെ ഭാരം മാറ്റണമേ, എന്റെ കണ്ണുനീര് തുടയ്ക്കണമേ. എന്റെ ദൈവമേ, അവിടെ അടിപ്പെടാനുള്ള ആശ്വാസവും വിടുതലും എന്റെ ജീവിതത്തിൽ, എന്റെ കുടുംബത്തിൽ, എന്റെ തൊഴിലിൽ, എന്റെ ദൈവമേ, എന്റെ ഉദ്യോഗത്തിൽ, എന്റെ ആരോഗ്യകാര്യത്തിൽ ദൈവമേ പറയണമേ. ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് പറയാൻ പറ്റുമോ? കർത്താവിനോട് ചോദിക്കാം. ഈ രാത്രി വലിയ വിശ്വാസത്താൽ ദൈവം നമ്മെ നിറയ്ക്കട്ടെ. വലിയ വിശ്വാസത്താൽ ദൈവം നമ്മെ നിറയ്ക്കട്ടെ. വലിയ അനുഭവങ്ങളാൽ ദൈവം നമ്മെ നിറയ്ക്കട്ടെ. വലിയ അനുഭവങ്ങളാൽ ദൈവം നിറയ്ക്കട്ടെ. തളർന്ന മുഴങ്കാലുകൾ ദൈവം രാത്രി ശക്തീകരിക്കട്ടെ. ഹല്ലേലൂയ. ഉടഞ്ഞ പാത്രം പോലെ ആയിരിക്കുന്ന ജീവിതങ്ങളെ യേശു കർത്താവ് ഇന്ന് രാത്രി പുതുക്കി പണിയട്ടെ. ദൈവം നിന്നെ പണിയും. എന്റെ പ്രിയ മകളെ, ദൈവം നിന്നെ പണിഞ്ഞു കേൾക്കും. എന്റെ പ്രിയ മകനെ, ദൈവം നിന്റെ കുടുംബത്തെ പണിയും. ദൈവം നിന്റെ ജീവിതത്തെ പണിയുമെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്നെ നോക്കി വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചു, എല്ലാവരും പ്രാർത്ഥിച്ചു, എല്ലാവരും പ്രാർത്ഥിച്ചു. ഈ കണ്ണഞ്ചൻ ആരാധനയുടെ പ്രാരംഭ രാത്രി യേശു ക്രിസ്തുവിന്റെ ശക്തി, യേശു ക്രിസ്തുവിന്റെ തേജസ്, യേശു ക്രിസ്തുവിന്റെ മഹത്വം ഈ ബലഹീന ശരീരങ്ങളിൽ, ഈ ബലഹീന ജീവിതങ്ങളിൽ, നമ്മുടെ ഓരോരുത്തരുടെ അനുഭവങ്ങളിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പകരട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നന്ദിയപ്പ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഘടനയോടെ പ്രാർത്ഥിക്കാം. ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കാം. അവിശ്വാസങ്ങളെ ദൈവത്തിന്റെ സന്നിധിയിൽ പറ. കർത്താവേ, നിങ്ങൾ എടുത്തു മാറ്റണേ. വിശ്വാസത്തിലിരിക്കുന്ന അവിശ്വാസങ്ങളെ ശാസിക്കുക, ഭയത്തെ ശാസിക്കുക. ജീവിതത്തിൽ കൊണ്ടിട്ടിരിക്കുന്നതായ എല്ലാവിധമായ ആകുല ചിന്തകളെ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. 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 ഭക്തൻ പറയുന്നു, വിശ്വാസത്തിൽ നിന്ന് മുന്നേറും ഞാൻ, വിശ്വാസത്താലെല്ലാം ചെയ്തിടും ഞാൻ, വിശ്വാസത്തിൽ നിന്ന് മുന്നേറും ഞാൻ, വിശ്വാസത്താലെല്ലാം ചെയ്തിടും ഞാൻ. ഒന്നും അസാധ്യമല്ല നിന്റെ മുന്നിൽ ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമല്ല
രണ്ട് കരങ്ങളിൽ തട്ടി ദൈവത്തിന് നന്ദി പറഞ്ഞോട്ടെ. ഒന്നും അസാധ്യമായി എന്റെ ജീവിതത്തിൽ ചില കെട്ടുകൾക്കകത്തുനിന്ന് ചില യാത്രക്കാർ പുറത്തു വരിക. എന്തിനും ഭയം, എപ്പോഴും പലപ്പോഴും ഭയം കൊണ്ട് ഉറക്കം നഷ്ടപ്പെട്ടു പോകുന്നു. അങ്ങനെ ഭയത്തിന് അടിമയായിരിക്കുന്ന ചിലര് ഈ രാത്രി യേശു വിടുവിക്കുകയാണ്. അഥവാ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ കെട്ടിവെച്ചിരിക്കുന്നു, നിങ്ങളെ ബന്ധിച്ചു വെച്ചിരിക്കുന്ന ആ ഭയത്തിന്റെ ശക്തി ഈ രാത്രി മാറിപ്പോവുകയാണ്. അങ്ങനെ സംഭവിക്കട്ടെ, അങ്ങനെ സംഭവിക്കട്ടെ, അങ്ങനെ സംഭവിക്കട്ടെ, അങ്ങനെ സംഭവിക്കട്ടെ. കർത്താവേ, ഹല്ലേലൂയ, സ്തോത്രം. നിരാശരാക്കി ദൈവമേ, നിരാശരാക്കിയിരിക്കുന്ന എല്ലാ അനുഭവങ്ങളും മാറട്ടെ. നാളെ കുറിച്ചുള്ള ആകുലതകൾ, മക്കളെ കുറിച്ചുള്ള ആദികൾ, ഭയം, പ്രിയ സഹോദരത്തിന്റെ കുഞ്ഞിനെ കുറിച്ച് നിനക്ക് ഭയങ്കര ആദിയാണ്, ഭയമാണ്. രാത്രി അത് വിശാലം കൊണ്ടുവന്നിരിക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നീ അതിനെ ഹല്ലേലൂയ രാത്രി ജയിച്ചില്ല. ഹല്ലേലൂയ. പ്രാർത്ഥിച്ച് കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കട്ടെ, കർത്താവ് നിങ്ങളെ വിടുവിക്കട്ടെ. ശരീര സൗഖ്യത്തെക്കാൾ ഏറെ ആവശ്യമായിരിക്കുന്നത് മാനസിക വിടുതലാണ്. അകത്ത് മനസ്സിനകത്തുള്ള ഭാരങ്ങളിൽ നിന്ന്, ഭയങ്ങളിൽ നിന്നും, ആകുലതകളിൽ നിന്ന് നിങ്ങൾക്കൊരു വിടുതൽ തരണം. അതിന് നിങ്ങളെ ഹല്ലേലൂയ സ്തോത്രം, നിങ്ങളെ ഗ്രേറ്റ് ഫെയ്ത്തിലേക്കെത്തണം. എന്റെ ദൈവം എനിക്ക് മതിയായവനാണ്, എന്റെ ദൈവം എന്നെ കൈവിടത്തില്ല. യേശു ക്രിസ്തു ഇന്നലെ ഇന്നും എന്നേക്കും അനന്യനാണെന്ന് പറയണം, പറയണം, പറയണം. നിങ്ങൾ ദൈവത്തിന്റെ പ്രവൃത്തികളെ ബന്ധിച്ചു വെച്ചിരിക്കുന്നുവെങ്കിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിനകത്ത്, നിങ്ങളുടെ ബിസിനസ്സിൽ, നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ, നിങ്ങളുടെ ഭാവിക്കകത്ത്, കുടുംബ ജീവിതത്തിനകത്ത് യേശുവിന്റെ നാമത്തിൽ വിടുതൽ വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നും അസാധ്യം അല്ല. നിന്റെ കർത്താവ് നിന്റെ കൂടെയുണ്ട്, നിന്റെ കർത്താവ് നിന്റെ കൂടെയുണ്ട്. എന്റെ പ്രിയ സഹോദരൻ, എന്റെ പ്രിയ സഹോദരി, എന്റെ പ്രിയപ്പെട്ട മകളെ, എന്റെ വിദ്യാഭ്യാസത്തെ ദൈവം രാത്രി അനുഗ്രഹിക്കുകയാണ്. എന്റെ കുടുംബ ജീവിതത്തിനകത്ത് കർത്താവിന്റെ രാത്രി അനുഗ്രഹത്തെ ആവശ്യിപ്പിക്കുകയാണ്. നീ പുറത്തു പറയാതെ കൊണ്ടു നടക്കുന്ന നിന്റെ ജീവിതത്തിന്റെ കണ്ണുനീരുണ്ടല്ലോ, ഒരു തുരുത്തിയിലാക്കി വെക്കുന്നത് പോലെ നീ ആക്കി വെച്ചിരിക്കുന്ന നിന്റെ കണ്ണുനീര് 2024 കർത്താവ് മറുപടി തരികയാണ്. കുറച്ചുകൂടി നേരത്തെ ചോദിക്കാൻ, അത് വേഗത്തിൽ സംഭവിക്കാനായി നീ ആഗ്രഹിക്കും. നീ പ്രാർത്ഥിക്കും. ഈ കൺവെൻഷൻ കഴിയുമ്പോൾ ഒരു മഹത്വം കാണാൻ എന്നെ സഹായിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിന്റെ ഭാരം പരിശുദ്ധാത്മാവ് പറയുന്നു, മനസ്സിന്റെ ഭാരങ്ങൾ മാറുമ്പോൾ ശരീരത്തിന് വിടുതലുകൾ സംഭവിക്കുകയാണ്, രോഗശാന്തികൾ സംഭവിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവിനെ വ്യക്തമായി ബോധ്യപ്പെടുത്തുകയാണ്. അങ്ങനെ ചെയ്തിരിക്കാൻ ഈ കൺവെൻഷനിൽ കാരണമായിരിക്കുന്ന കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയപിതാവിനെയും മാതാവിനെയും അവരുടെ മക്കളെയും അനുഗ്രഹിക്കാനായി ദൈവത്തിന്റെ കൃപയുടെ ആത്മാവ് ആ കുടുംബത്തിനകത്ത് വ്യാപരിക്കട്ടെ. ദൈവത്തിന്റെ കൃപയുടെ ആത്മാവ് ആ കുടുംബത്തിനകത്ത് യേശുവിന്റെ നാമത്തിൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അധ്യക്ഷത വഹിച്ചനായ കുടുംബത്തിനായി, ഉദ്ഘാടന കർമ്മം വഹിച്ചനായ കുടുംബത്തിനായി, ഗായക സംഘത്തിനായി, കമ്മിറ്റിക്കായി, ദൈവ സകലർക്കായും സ്തോത്രം. ഈ രാത്രി ഞങ്ങളിപ്പോൾ പ്രാർത്ഥനയോടെ മഹത്വം നൽകുന്നു യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. വിശ്വാസത്തോടെ നമുക്ക് കർത്താവിൽ നിന്ന് ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിന്റെ നിരന്തര സംസർഗവും കൂടാതെ നാം എല്ലാവരോടും കേട്ട വചനത്തോടും